മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനു. ബാറിൽ ചെന്ന് രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നീരു. കൂട്ടിന് അവന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഡാളിയ, നിന്റെ ആഗ്രഹം സാധിച്ചില്ലേ? അവൾ അങ്ങനെ അവിടുന്ന് പുറത്തായി. അതവൾ കാത്തിരിക്കുന്നവൻ തന്നെയല്ലേടാ. പറയാനുണ്ടോ? ഇന്ന് എനിക്കൊന്ന് അർമാദിക്കണം. അത്രയ്ക്ക് സന്തോഷം കിട്ടിയ ദിവസമായി ഇന്ന്. പറയുന്നതോടൊപ്പം മധ്യ ഗ്ലാസ് വായിലേക്ക് അമഴ്ത്തിയതും അവൻ തെറിച്ച് വീണത് ഒരുമിച്ചായിരുന്നു. ദേഷ്യത്തോടെ അലറിക്കൊണ്ട് തന്നെ നിലത്തുനിന്ന് എണീറ്റതും കണ്ടു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന അശോകിനെ. അശോക് അവനെ കണ്ട ഞെട്ടിൽ ശാന്തമായി തന്നെ നീരവന്റെ അടുത്തേക്ക് ചെന്നു. ഏയ് അശോക്, നീ? എന്റെ നിധിയോടെ നീരവ്, നീ ചെയ്തതെല്ലാം ഞാൻ മറക്കാം, ഇവിടെ വെച്ച് മറക്കാം. പക്ഷേ അവളെവിടെ? ഏയ് അശോക്, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കറിയില്ല. അന്നാ വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. വേണ്ട നീരവ്, നിന്നെ വിശ്വസിച്ച് ഇറങ്ങിപ്പോവാൻ നിന്റെ തന്തയല്ല ഞാൻ. പറടാ, എന്റെ നിധിയോടെ? അവന്റെ കോണിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് മുറുക്കിയതും അവൻ അശോകിനെ തള്ളി മാറ്റാനുള്ള ശ്രമം നടത്തി. ടെൽമി നീരവ്, നിന്നെ കൊന്നാ പോലൊരു പുല്ലും സംഭവിക്കില്ല എനിക്ക്. പറയാൻ. ഇല്ല അശോക്, എന്നെ കൊന്നുകൊണ്ട് തനിക്ക് ഒന്നും കിട്ടില്ല. കാരണം എനിക്കറിയില്ല. നിനക്ക് വിശ്വാസം ഇതേ ഇവരോട് ചോദിക്കുക. രാവിലെ മുതലേ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അവളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ പറയുന്ന കള്ളാണെങ്കിൽ ആ നിമിഷം നിന്നെ കൊന്നുകളഞ്ഞേക്ക് അശോക്. അവന്റെ വാക്കുകൾക്ക് എന്തോ അത്രമാത്രം ഉറപ്പുണ്ടെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി അവന്. പതിയെ അവനെ പിടിവിട്ടതും ഒന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ആഞ്ഞ് ശ്വാസം എടുത്തു നീരും. തിരികെ നടക്കാൻ ഒരുങ്ങിയ അശോക് വീണ്ടും അവന് നേരെ തിരിഞ്ഞ് മുട്ടൂത്തി അവൻ അഭിമുഖമായിരുന്നു. അവന്റെ ഇരു കൈകളൊന്ന് കോർത്ത് പിടിച്ചു. ഈ കൈകൾ കൊണ്ടല്ലേ നീ എന്നെ നിധിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നീരവ്? അശോക്, സോറി, ഞാൻ പറഞ്ഞു മുഴുമിക്കും മുമ്പേ അവന്റെ ശബ്ദം അവിടെ ഒന്നാകെ മുഴങ്ങി. അവന്റെ ഇരുകൈയിലെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് അവന്റെ കൂട്ടുകാരെല്ലാം നിന്ന നിൽപ്പിൽ ഉമിനീരിറക്കി. ഡാ, ഇനി നിനക്കിതിൽ വല്ല ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ നിന്റെ അന്ത്യകർമ്മത്തിന് പോലും നീ ബാക്കിയുണ്ടാവില്ല നീരവ്. അത്രയും പറഞ്ഞിറങ്ങിപ്പോകുന്ന അശോകിന് ഇമോട്ടാ നോക്കി നീരവ്. കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിച്ച നിധി. പക്ഷേ എന്തോ ഒരു വലിയ ഭാരം തലയ്ക്ക് മീതെ നിൽക്കും പോലെ. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം പാടുവിട്ട് മിഴികൾ പതിയെ തുറന്ന് ചുറ്റും കണ്ണോടിച്ചു. താൻ ഇതെവിടെയോ എത്തിപ്പെട്ടിരിക്കുന്നതെന്നറിയാതെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നവൾ അല്പനേരം വേണ്ടി വന്നു അവൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ. താനിപ്പോൾ ഒറ്റപ്പെട്ടൊരു മുറിക്കുള്ളിൽ തന്റെ കൈകളെല്ലാം ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. നടന്ന ഓരോ കാര്യങ്ങളൊന്നും ഓർത്തെടുത്തു. വല്ലാത്ത വേദന തോന്നിപ്പോയി അവൾക്ക്. അത്രമേൽ വലിയ ചതി. കോരിച്ചൊരിയുന്ന മഴയിൽ എങ്ങോട്ടൊന്നില്ലാതെ നടക്കുമ്പോൾ തന്റെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിന്നത്. അതിലേക്ക് കയറുമ്പോൾ പോലും അറിഞ്ഞില്ല ഇത് തനിക്കുള്ളൊരു കെണിയാണെന്ന്. എന്നാലും എന്തിനു വേണ്ടി? സത്യം പറഞ്ഞാൽ താൻ വിശ്വസിച്ചവരെല്ലാം ഇന്ന് തന്നെ അത്രമേൽ വേദനിപ്പിക്കുന്നു. ഇത് വേദനയാണോ? അല്ല, ചതി, കൊടും ചതി. എന്തിനു വേണ്ടി? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തി. എന്തിനു വേണ്ടിയായിരുന്നു? ഓർക്കും തോറും സ്വയം ഓരോന്ന് പുലമ്പിക്കൊണ്ട് കരഞ്ഞു അവൾ. പെട്ടെന്നാണ് അടഞ്ഞുകിടക്കുന്ന ഡോറ് മലർക്കി അവർക്ക് മുമ്പിലായി തുറന്നത്. തനിക്ക് നേരെ നടന്നു വരുന്ന ആ വ്യക്തി ആരാണെന്ന് അത്രമേൽ അറിയുന്നതുകൊണ്ട് തന്നെ ആ മുഖത്തേക്ക് പോലും നോക്കാതെ നിധി തന്റെ മുഖം പാടെ തിരിച്ചു. അവളുടെ മിഴികൾ അത്രമേൽ വേദനയോടെ നിറഞ്ഞു തോന്നി. നിധി! ആ വിളി കേട്ടതും ഇരു കണ്ണുകൾ ഇറുകി അടച്ചൊന്ന് വലിച്ചുറന്ന് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ രൂക്ഷമായി നോക്കിയവൾ. എന്തിനാ നീ എന്നോട്? പറയുമ്പോൾ അവളുടെ ശബ്ദം അത്രമേൽ ഇടറുന്നുണ്ടായിരുന്നു. നിധി, നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും നിധി? ഈ കഴിഞ്ഞ ഓരോ ദിവസവും ഞാൻ കടന്നുപോയത് എങ്ങനെയാണെന്നറിയോ നിനക്ക്? ഭ്രാന്തി പിടിക്കുന്ന ഓരോ ദിവസവും. അവളുടെ അടുത്തായി മുട്ടൂത്തി പറയുന്നവനെ സംശയഭാവത്തോടെ നോക്കിയവൾ. അതെ, നിനക്ക് ഭ്രാന്തിനെയാ. മറ്റൊരാളുടെ ഭാര്യയെ ഇതുപോലെ ചെയ്യുന്ന ഭ്രാന്തിനെയാ കാർത്തിക്. അവളുടെ ദേഷ്യം നിറഞ്ഞ വാക്കുകൾ കേൾക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കാർത്തിക്. നീ എന്തിനാ കാർത്തി ഇത്രയും വലിയ ചതി? അതും എന്നോട്. ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രമേൽ മനസ്സിലാക്കിയ ആത്മാർത്ഥ സുഹൃത്തായിട്ട് പോലും, അതിനും അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചായിട്ട് പോലും എന്തിനാ കാർത്തി ഇങ്ങനെ ചതി? എന്നോട് എന്തിനു വേണ്ടിയായിരുന്നു? ഒരാശ്വാസം കിട്ടിയ തണൽമരം പോലെയാ ഞാൻ ആ കാറിലേക്ക് നിന്നോടൊപ്പം കയറിയത്. എല്ലാം തുറന്നു പറയുമ്പോഴും നീ എന്ന സുഹൃത്തിൽ ആശ്വാസം അഭയമല്ലേ ഞാൻ കണ്ടിരുന്നത്. എന്നിട്ട് ഈ സൗഹൃദം പോലും നീ കളങ്കപ്പെടുത്തിയത് എന്തിനാ കാർത്തി? ഒരു നിമിഷം പൊട്ടിച്ചിരിക്കുന്നതിന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യഭാവം നിറഞ്ഞു. വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ചു അവൻ. ആ കൈകൾ അറപ്പോടെ തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈകൾ അവളുടെ കൈകളെ വിടാതെ കൂട്ടിപ്പിടിച്ചു. സൗഹൃദം ശരിയാ നിധി, സൗഹൃദം തന്നെ, നിന്നോടൊഴിയെ. എന്നാൽ കിഴക്കേടത്ത് പോലത്തെ ഈ ബദ്രീനാഥിന് നിന്നോടുണ്ടായിരുന്ന സൗഹൃദമല്ല, പ്രണയമായിരുന്നു നിധി. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുറപ്പെണ്ണായ നിന്നെ കണ്ട നാൾ തൊട്ട്.
അവൻ പറയുന്നെല്ലാം ഒന്നും മനസ്സിലാവാത്ത ഭാഗത്തോടെ തന്നെ നോക്കി നിന്ന് നിധി. തന്നെ നോക്കി നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി അവൻ. നിന്റെ അമ്മ കിഴക്കേടത്ത് കോലത്തെ ദേവാനന്ദ സരസ്വതിയുടെയും ഭാഗ്യലക്ഷ്മി തമ്പുരാട്ടിയുടെയും മകൾ സീതാലക്ഷ്മി, 2 സഹോദരങ്ങളുടെ ഒരേ ഒരു പൊന്നോമനയായ സഹോദരി. അന്ന് നിന്റെ അച്ഛൻ സൂര്യദത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ നിന്റെ അമ്മയെ, തങ്ങളെ അപമാനിച്ച നിന്റെ അമ്മയെ തിരിച്ചു വിളിക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ അപ്പോഴും അത്രമേൽ സഹോദരിയെ സ്നേഹിച്ച എന്റെ അച്ഛൻ രാമചന്ദ്ര സാരഥിക്ക് സഹോദരിയെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു നിധി. അതുകൊണ്ട് തന്നെയാ അന്വേഷിച്ച് കണ്ടെത്തിയ നിങ്ങളെ ഇടക്കൊക്കെ ആരും അറിയാതെ അച്ഛൻ വന്ന് കണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ വാശി പിടിച്ച് അച്ഛൻ്റെ കൂടെ ഇറങ്ങിയ ഒരു ദിവസം, പക്ഷേ അതെനിക്ക് അപ്പച്ചിയെ കാണാൻ കഴിഞ്ഞില്ല. പകരം ജീവനറ്റ് കിടക്കുന്ന അപ്പച്ചിയും ഭർത്താവിനെയും കണ്ടത്. അന്ന് അവർക്കടുത്തിരുന്ന് കരയുന്ന 5 വയസ്സുകാരിയെ ഈ 6 വയസ്സുകാരൻ്റെ മിഴികളിൽ മാത്രമല്ല, ഇവിടെ കൂടെ ആ സ്ഥാനം പിടിച്ചു. പിന്നീട് അങ്ങോട്ട് നിന്നെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ആരും കാണാതെ, ആരും അറിയാതെ. നിന്റെ അമ്മായി കൊണ്ടുപോയപ്പോ അവിടെ അന്വേഷിച്ച് തെരഞ്ഞെത്തിരുന്നു ഞാൻ. അതും കഴിഞ്ഞ് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ, അതിനുവേണ്ടി മാത്രമാ നീ പഠിക്കുന്ന കോളേജിൽ ചേർന്നു നിന്നോട് കൂട്ടുകൂടിയതോ എല്ലാം. പതിയെ പതിയെ എന്നിലെ പ്രണയം തുറന്നു പറഞ്ഞ് നിന്നെ എന്റെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ചാ നിധി. നീ പറയുന്നില്ല നിന്റെ മാത്രം ഇഷ്ടങ്ങളാ. നീ പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ ആരും കാണാതെ വരികയായിരുന്നു എന്നൊക്കെ. എന്നാ എപ്പോഴെങ്കിലും ആ പാവങ്ങളെ സഹായിക്കാൻ തോന്നിയിട്ടുണ്ടോ? അതും വേണ്ട, ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയം അപ്പോഴെങ്കിലും ഒന്ന് വന്ന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞോ? നീ പറയുന്നവർക്ക് അറിയാൻ നിധി, ചില പരിമിതികൾ കൊണ്ട് അതിനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നെ തേടി വന്നു. അത് നിന്നോടുള്ള അടങ്ങാത്ത ഭ്രാന്തമായിട്ടുള്ള എൻ്റെ പ്രണയമാണ് നിധി. ഇല്ല കാർത്തി അല്ല നിധി, ബദ്രീനാഥ്, നിന്റെ മാത്രം. നിർത്ത് കാർത്തിക്, നീ എന്നും എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്, അതിനപ്പുറം ഒരിക്കലും ഇല്ല. ഈ നിധിക്ക് അന്നും ഇന്നും എന്നും ഒരേ ഒരു അവകാശം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അശോക് മാത്രം. കാർത്തിക് ഒരു ഭ്രാന്തനെ പോലെ അവളുടെ കൈകൾ വിട്ട് അലറിയവൻ. നിധി, നിനക്കറിയോ, നിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീണ അതേ വന്ന് പതിക്കുന്നത് ഈ ഹൃദയത്തിലാ നിധി. അതുകൊണ്ടല്ലേ അന്ന് ബാംഗ്ലൂർ വെച്ച് അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാ ആ വണ്ടിയുടെ ബ്രേക്ക് ഞാൻ അറുത്തുമാറ്റിയത്. അവന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ കണ്ണും തള്ളി നോക്കിപ്പോയി നിധി. അതേ നിധി, നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. പക്ഷേ അന്ന് അവന്റെ സഹോദരൻ ആ സരസ്, അവന് പകരം ചെറിയൊരു പാളിച്ച എന്നല്ല, അവൻ ആയുസ് നീട്ടിക്കൊടുത്തു ദൈവം. എങ്കിലും നീ എന്റേതാവുന്ന ആത്മവിശ്വാസമായിരുന്നു എനിക്ക്. നിന്റെ വിവാഹം അത് മുടക്കാൻ ഏതറ്റം വരെയും പോവാൻ തയ്യാറായവനാ നിധി ഞാൻ. ഒരു ദേവൻ. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ച നിമിഷം തൊട്ട് ഓരോന്നോർത്ത് ഭ്രാന്ത് പിടിക്കായിരുന്നു നിധി. അവനെ കൊല്ലാൻ വേണ്ടിയാ, അതിനു വേണ്ടി മാത്രമാ അന്ന് അവന്റെ വാഹന ആക്സിഡന്റ് ആക്കിയത്. പക്ഷേ അവിടെയും ഞാൻ തോറ്റുപോയി. അവന് പകരം അവന്റെ കൂട്ടുകാരൻ, പിന്നെ നിന്റെ വിവാഹം മുടക്കാൻ അവസാന ശ്രമം എന്നാണ് ഞാൻ നടത്തിയ മറ്റൊരു ആക്സിഡന്റ് ആയിരുന്നു നമ്മുടെ ശങ്കരൻകുട്ടി. വിശ്വസിക്കാൻ കഴിയാതെ ശ്വാസറക്കി നിന്നുപോയി നിധി. ഇതെല്ലാം ഞാൻ ചെയ്ത് നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി മാത്രമാ നിധി. നീ എൻ്റേത് മാത്രമാവാൻ. നീ എൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാനെത്ര സന്തോഷിച്ചിട്ടെന്നറിയോ? എൻ്റെ ഈ കൈകളിലൊക്കെ തട്ടുന്ന നിന്റെ ഓരോ സ്പർശനം, അതൊക്കെ ഞാൻ എത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ടെന്നറിയോ നിനക്ക്? എന്നാ വിവാഹം മാറ്റിവെച്ചപ്പോൾ നിന്നെയും കൊണ്ട് ആരും കാണാത്തൊരിടത്തേക്ക് പോകാനൊരുങ്ങിയതാ ഞാൻ. എല്ലാ ഒരുക്കങ്ങളും ചെയ്യുമ്പോഴാ ഒരിട്ടി പോലെ അവൻ വീണ്ടും അലറിക്കൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചവൻ. അശോക്, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നിന്റെ വിവാഹം നിന്നെ വേദനിപ്പിച്ചവൻ തന്നെ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇല്ല നിധി, ഒരിക്കലും ഞാനിത് അംഗീകരിക്കില്ല. നീ എന്റെയാ. എല്ലാം കേട്ട് ഒന്നും ശബ്ദിക്കാൻ പോലും കഴിയാത്ത അറിഞ്ഞിരിക്കുന്നവരുടെ മുന്നിൽ ഒന്നുകൂടെ മുട്ടൂത്തിയിരുന്നു അവൻ. നിന്നെ ഞാൻ നോക്ക് നിധി, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം. നീ എൻ്റെ കൂടെ വേണം നിധി, എൻ്റെ സ്വന്തമായി, എൻ്റെ മാത്രമായി. എനിക്കറിയാം നിന്റെ ഉദരത്തിൽ ഇന്ന് അവൻ്റെ കുഞ്ഞുണ്ടെന്ന്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല നിധി. അല്ലെങ്കിലും നിന്നെ പടിയിറക്കി വിട്ട് അവൻ ഇനി എന്ത് യോഗ്യതയാ നിന്നിൽ ഈ കുഞ്ഞിലുള്ളത്? നീ എൻ്റെയാ, ഈ കുഞ്ഞു എൻ്റെയാ. ഈ കുഞ്ഞിന് അച്ഛനായി എന്നും ഞാനുണ്ടാവും നിധി. ഒരു വേർതിരിവും കാണിക്കാതെ അശോകിന്റെ കൂടെയുള്ള നിന്റെ ജീവിതം പറഞ്ഞ് വാക്കുകൊണ്ട് പോലും ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. ഇനി അതല്ല, ഈ കുഞ്ഞിനെ നിനക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതും നമുക്ക് വേണ്ട. അല്ല, അവനെ അശോകിനെ ഈ നിമിഷം കൊന്നു കാണണമെങ്കിൽ ഒരിക്കൽ കൂടെ ഈ നിമിഷം ഞാനത് ചെയ്തിരിക്കുന്നു നിധി. അവന്റെ വാക്കുകൾ കാതുകളിൽ തുളഞ്ഞു കയറും പോലെ തോന്നിയവൾക്ക് അവന് നേരെ അലറി വിളിച്ചു നിധി.
അല്പനേരം വേണ്ടി വന്നു നിധിക്ക് സ്വഭാവത്തിലേക്ക് എത്താൻ. കാതുകളിൽ കേട്ടൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി വിരുമ്പിപ്പോയി അവൾ. എന്തുപറ്റി നിധി? എന്തിനാ നീ വിഷമിക്കുന്നേ? നിനക്ക് ഞാനില്ലേ എന്നും എപ്പോഴും കൂട്ടായി ഈ ബദ്രിനാഥ്. പിന്നെന്തിനാ നിധി നീ വിഷമിക്കുന്നേ? ഇല്ല, നീ കരുതുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും എനിക്ക് നിന്നോട് ഒന്നും തന്നെ തോന്നാൻ പോകുന്നില്ല കാർത്തിക്. എൻ്റെ മനസ്സും ശരീരവും ഒരാളിൽ മാത്രമേ അടിയാറോ പറഞ്ഞിട്ടുള്ളൂ. അതെന്റെ അശോക് മാത്രമാണ്. ഇനി ഒരിക്കൽ കൂടെ നീ ഇത് പറഞ്ഞ ഈ നിമിഷം തന്നെ അവരെ പോയി കൊന്നു തള്ളു ഞാൻ. കാണോ നിനക്ക്? ഇപ്പൊ ഞാൻ വിളിച്ചാൽ പോലും അവനെ എവിടേക്ക് വേണമെങ്കിലും ഓടിയെത്തും. കാണോ? വല്ലാത്തൊരു ഭാഗത്തോടെ പറഞ്ഞുകൊണ്ട് ആളുടെ വായിൽ തുണി വെച്ച് ചുറ്റി കിട്ടി. നേരത്തെ അരുണിൽ നിന്നെടുത്ത അശോകിന്റെ കോൺടാക്ട് നമ്പർ എടുത്ത് അതിലേക്ക് ഡയൽ ചെയ്തു. രണ്ടാമത്തെ റിംഗിൽ തന്നെ അശോക് ഫോൺ എടുത്തു. ഹലോ അശോക്, ഇത് ഞാനാ കാർത്തി. അശോക്, നിധിയെക്കുറിച്ച് എന്തെങ്കിലും? ഇല്ല കാർത്തിക്, പക്ഷേ അവളെ ഞാൻ കണ്ടെത്തും, ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും. അശോക് പറയുന്നത് സ്പീക്കർ ഓൺ ചെയ്ത് നിധിക്ക് കേൾപ്പിച്ചു കൊടുത്തു അവൻ. ഓക്കെ അശോക്, എന്തെങ്കിലും വിവരം കിട്ടി ഞങ്ങൾ അറിയിക്കാം. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ ഓഫ് ചെയ്ത് അവളുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിച്ച് കാർത്തി. കണ്ടോ നിധി? നിന്നെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ച ആ സ്പോട്ടില് അവൻ ഞാൻ പറയുന്നിടത്ത് എത്തും. അവൻ ഓടിക്കുന്ന വെച്ച്. പക്ഷേ അതിലൊരു ത്രില്ലില്ല നിധി. നീയാണ് അവന് നിധി എന്ന യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് അവനൊരു തെരുവ് നായെ പോലെ അലയുകയാ. എന്ത് ചെയ്യാനാ? എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഇല്ല നിധി, ഒരിക്കലുമില്ല. ഇനി ഒരിക്കലും അശോകിന്റെ മുന്നിലേക്ക് നീ എത്തില്ല നിധി. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോയി ആരും കാണാത്ത ദൂരത്ത് പോയി ജീവിക്കാം. അതിന് തടസ്സം ഇനിതേ നിന്റെ വയറ്റിൽ വളരെ നീ കുഞ്ഞാണെങ്കിൽ അതിനെ നമുക്ക്. നിധി തന്നെ ഇരുകണ്ണുകൾ ഇറുക്കി അടച്ചു അവന്റെ വാക്കുകളിൽ. ഇല്ല കാർത്തി, എന്റെ ശ്വാസം ഇനി നിലക്കാതെ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. നിനക്കെന്നല്ല, ആർക്കും. ഇതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം നിധി. നീ ചിന്തിക്കുക, നന്നായി ചിന്തിക്കുക. നിനക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കാം എന്നോടൊപ്പം. അതിന്റെ ആയുഷ്കാലം മുഴുവൻ അതിൻ്റെ അച്ഛൻ ഞാനായിട്ട്. അതല്ല മറിച്ചാണെങ്കിൽ ചിന്തിക്കുക, നന്നായിട്ടിരുന്ന് ചിന്തിക്കുക. ഇനി ഞാൻ വരുമ്പോ നിന്റെ തീരുമാനം അത് യെസ് എന്നായിരിക്കണം. അത്രയും പറഞ്ഞ് വല്ലാത്തൊരു ഭാഗത്തോടാവും പുറത്തേക്ക് പോയി. ഡോറടിച്ചു പോകുന്നവനെ വല്ലാത്തൊരു വേദനയോടെ നോക്കിയവൾ. എപ്പോഴും കളിച്ചും ചിരിച്ചും അത്രമേൽ ആത്മാർത്ഥ സൗഹൃദത്തോടൊത്ത് നടന്ന നിമിഷങ്ങൾ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. അരുൺ, ഈ കാർത്തി എവിടെയാടാ? ആ റൂമിൽ കാണും. 2 ദിവസമായിട്ട് നല്ല പനിയാ. രാവിലെ ഓഫീസിലേക്ക് വന്നില്ല, റൂമിൽ തന്നെ ആയിരുന്നു. ആര്? അവനോ? സംശയത്തോടെ ചോദിച്ചു ഹൃതിക. ആ, അവൻ തന്നെ, അല്ലാതെ. എന്നിട്ടാണോ രാവിലെ ഞാൻ അവൻ്റെ ഓഫീസിൽ പോകുമ്പോഴേ ഇവിടുത്തെ മാളിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. കണ്ടവിടെ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു, എടുത്തില്ല. രാവിലെയോ? നിനക്ക് ആള് മാറിയതാവും. ഞാൻ ഓഫീസിൽ വെച്ച് ഇടക്കൊക്കെ അവൻ വിളിക്കുമ്പോൾ ആ റൂമിലാണെന്നാണ് പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അവൻ കിടക്കണമെന്ന് മനസ്സിലാവും. ഒന്ന് പോരും, എനിക്ക് അവനെ കണ്ടറിയാത്തൊന്നല്ലല്ലോ. അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അവനെന്തോ മാറ്റമുണ്ട്. എന്ത് മാറ്റം? നിനക്ക് വട്ടാ? എന്ത് മാറ്റമെന്നോ? ഇപ്പം തന്നെ ശിവയും തിരക്കി കുറച്ച് സമയം നമ്മുടെ കൂടെ വന്നു. അത് കഴിഞ്ഞ് അങ്ങ് പോയി. ആദ്യമൊക്കെ അവൻ ഇങ്ങനെയായിരുന്നു അരുൺ. പ്രത്യേകിച്ച് നമ്മുടെ ശിവയെ സംബന്ധിച്ച് എന്തെങ്കിലും ആണെങ്കിൽ അവൻ വെറുതെ നിൽക്കുമോ? അത് ശരി, അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ രീതി. പിന്നെ അവനിപ്പോൾ വയ്യാത്തോണ്ട് പെട്ടെന്ന് റൂമിലേക്ക് പോകാന്ന് പറഞ്ഞ് പോയി. അതിലെന്താ? നിങ്ങൾ അത് വിട്, നമ്മളിനി ശിവയെ എവിടെ പോയി തിരയും? ജൂയി ഇരുവരെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ജൂയിക്കുട്ടി. ഇന്നത്തെ രാത്രി പുലരും മുമ്പ് നമ്മൾ അവളെ കണ്ടുപിടിക്കും. എങ്ങനെയായിരുന്നു? അവളുടെ കയ്യിൽ ഫോൺ പോലും ഇല്ല. ഉണ്ടെങ്കിൽ അതെങ്കിലും ട്രേസ് ചെയ്യായിരുന്നു. ഇതിപ്പോ നിങ്ങൾ വാ, നമുക്കൊന്നുകൂടെ എല്ലായിടവും അരിച്ചു പെറുക്കാം പറഞ്ഞുകൊണ്ട് 3 പേരും കാറിലേക്ക് കയറി. കൈലാസിലുള്ളവർ ആരും തന്നെ ആ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. അശോകിന്റെ വരവും പ്രതീക്ഷിച്ച് ഒരേ ഇരിപ്പ് തന്നെയായിരുന്നു. അരുന്ധതി പുറത്തേക്ക് നോക്കി. അറിയാം, പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. ഒരിക്കലും നിധിയെയും കൊണ്ടല്ലാതെ ഈ കൈലാസത്തിന്റെ പടികൾ അവൻ കയറില്ല. അത് മറ്റാരെക്കാളും നന്നായിട്ട് തനിക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട്, വരും. അവന് നിധിയെയും കൂട്ടി അവൻ വരും. വേദനയോട് ഓർത്തു അരുന്ധതി. റോഡിൽ എവിടെയെന്ന് പോലും ഇല്ലാതെ അശോക് വണ്ടി പാർക്ക് ചെയ്തു. സമയം 3 കഴിയാറായി. ഈ നേരം അത്രയും അവളെ തേടി അലഞ്ഞു എന്നല്ലാതെ ഒരു തുമ്പ് പോലും കിട്ടിയില്ല. വല്ലാത്തൊരു തളർച്ചയോടെ പോക്കറ്റിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കി. നിധി? ഉതിർന്നു വീഴുന്ന മെഴുന്നീരത്തുള്ളികളോടെ വിളിച്ചു അവൻ. അരുണും ജൂഹൃതികയും തങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം എല്ലായിടത്തും അവളെ തിരഞ്ഞലഞ്ഞു.
ആ ഒരു നിരാശയോടെ തന്നെയാണ് തിരിച്ചെത്തിയത്. ഋതികയും ജൂഹിയെയും ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു. അതിനുശേഷമാണ് അരുൺ പേയിങ് ഗസ്റ്റായി അരുണും കാർത്തി ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് പോയത്. ആ വീടിന്റെ മുകൾ ഭാഗമാണ് അവർക്ക് താമസിക്കാൻ കൊടുത്തിട്ടുള്ളത്. അവിടെ എത്തി ബെല്ലടിച്ചിട്ടും ഫോൺ കോൾ ചെയ്തിട്ടും അവൻ എടുത്തില്ല. ഇവനിതെന്താ എടുക്കാത്തെ? ഈ ഡോറെങ്കിലും തുറക്കണ്ടേ? ഒരു മുഷിപ്പിനോടെ നിൽക്കുമ്പോഴാണ് ആ വീടിന്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന കാർത്തിയെ കണ്ടത്. നീ ഇതെവിടെയായിരുന്നു? വിളിച്ച ഫോണെങ്കിലും എടുത്തൂടെ? ഞാനിവിടെ എത്താറായി. അതാ. അതിരിക്കട്ടെ, നീ ഞങ്ങളുടെ കൂടെ എല്ലാം റെസ്റ്റ് എടുക്കണം വയ്യാന്ന് പറഞ്ഞില്ലേ തിരികെ പോന്നേ? എന്നിട്ടിപ്പോ പെട്ടെന്ന് നീ എങ്ങോട്ട് പോയതാ? അത് ഞാൻ നല്ല പനിക്കുറവ് വീണ്ടും തോന്നി ടാബ്ലറ്റ് കഴിക്കാൻ നോക്കുമ്പോ ഇല്ല, അത് വാങ്ങിട്ട് വരാന്ന് കരുതിയേ. ഇത് വാങ്ങിക്കാൻ നീ എന്തിനാണാ പോയെ? ഞങ്ങൾ വിളിക്കായിരുന്നില്ലേ? മാത്രമല്ല പനിയല്ലേ, അതിനൊരു സ്ട്രിപ്പ് പാരസെറ്റമോള് എൻ്റെ ഡ്രസ്സ് വെച്ച ഷെൽഫിലുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കണ്ടില്ല, ഞാൻ ഇല്ലെന്ന് എഴുതിയേ പോയത്. ശരി, കീ നിന്റെ കയ്യിലല്ലേ? ഡോർ വർക്ക്. കാർത്തി ഡോർ തുറന്നു ഇരുവരും അകത്തേക്ക് കയറി. ശിവയെക്കുറിച്ച് ഇല്ല കാർത്തി, ഒരു വിവരവും ഇല്ല. നാളെ ഇനി ഇവിടുത്തെ അടുത്തുള്ള അനാഥാലയങ്ങൾ അങ്ങനെയോടത്തൊക്കെ ചെന്ന് അന്വേഷിക്കണം. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഇനി ആരുടെ മുന്നിലേക്ക് വരാൻ മാറിക്കുന്നതാണെങ്കിലോ? നീ പറഞ്ഞ ശരിയാ, ചിലപ്പോൾ അങ്ങനെയാവാം. ഒന്നും അറിയാത്ത ഭാഗത്തോടെ പറഞ്ഞു കാർത്തി. ഇനി രാവിലെ നേരത്തെ ഇറങ്ങാമെന്ന് ചിന്തിച്ച് അരുൺ ക്ഷീണത്തോടെ ബെഡിലേക്ക് ചാഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.